it always surpasses. And എന്താ പറയാൻ തോന്നുന്നു ഈ ഒരു മൊമെന്റിൽ? ഐ ജസ്റ്റ് വാണ്ട് ടു ഹിയർ ഫ്രം യു, യുവർ എക്സൈറ്റ്മെന്റ്, യുവർ ഹാപ്പിനെസ്. വി സോ ദാറ്റ് യു ആർ ക്രൈയിങ്, കണ്ണൊക്കെ നിറഞ്ഞ് കരയുന്നുണ്ട്. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് എൻ്റെ ഹൃദയത്തിൽ നിന്നും. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് വേർഡ്സ് ദാറ്റ് ഐ ഹാവ് ടു സേ. താങ്ക് യു വെരി മച്ച്. ഇവിടെ ഇരിക്കുന്നവരോടും ഈ സിനിമയെ നെഞ്ചോട് ചേർത്ത പ്രേക്ഷക സമൂഹത്തോടും ലോകമെങ്ങും ഈ സിനിമയെ അവരുടേതാക്കി മാറ്റിയ സിനിമ പ്രേക്ഷകരോടും ഉള്ള നന്ദി ഈ വേദിയിൽ അറിയിക്കുകയാണ്. ഈ അവസരം തന്നതിന് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന, മുന്നിലും പിന്നിലും ഒപ്പവും ഉണ്ടായിരുന്ന എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും. കാരണം ഉദയ പിക്ചേഴ്സ് എന്ന ബാനർ 79 വർഷമാകുന്നു ഏകദേശം ഈ 2025 വന്ന് നിൽക്കുമ്പോൾ. ഞാനുൾപ്പെടെ എൻ്റെ മൂന്നാമത്തെ തലമുറയാണ് സിനിമയിൽ ഉദയ കുടുംബത്തിൽ നിന്നും വരുന്നത്. 97 സിനിമ അഭിനയം തുടങ്ങുമ്പോൾ ഒരിക്കലും വിചാരിച്ചതല്ല ഈ യാത്ര ഇവിടെ വന്ന് നിൽക്കും, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ദൂരം പോകും എന്നുള്ളത്. അങ്ങനെ ആഗ്രഹിച്ചും വന്നതല്ല. പക്ഷെ പിന്നീട് ഒരുപാട് പേരുടെ, ഞാനല്ലാത്ത എന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബത്തിലുള്ളവരുടെയും എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നവരുടെയും ആഗ്രഹത്തിൻ്റെ പരിണതഫലമായിട്ട് ഞാൻ സിനിമയിൽ തുടരുകയും ഇടക്കാലത്ത് മാറിപ്പോവുകയും തിരിച്ച് വീണ്ടും വരികയും ചെയ്യുമ്പോൾ അവരുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ആഗ്രഹങ്ങളുടെയും ഒരു യാത്രയായിട്ടാണ് എൻ്റെ സിനിമാ യാത്ര എനിക്ക് തോന്നിയിട്ടുള്ളത്. പലരും പറയുന്ന പോലെ ഒരു ചോക്ലേറ്റ് ഇമേജ്, അല്ലെങ്കിൽ ചോക്ലേറ്റ് നായകൻ എന്നുള്ളൊരു ഇമേജിൽ നിൽക്കുമ്പോഴും പലരും പറയുന്ന ആ ഇമേജിൽ തളയ്ക്കപ്പെടുക എന്ന് പറയുമ്പോഴും അതൊരു സ്നേഹത്തിൻ്റെ തളയ്ക്കപ്പെടലായിട്ടാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. അതൊരു വ്യക്തി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ അതിൻ്റെ എല്ലാ നല്ല വശങ്ങളും ഞാൻ സ്നേഹപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറം സിനിമയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴാണ് ആ ഇമേജിനപ്പുറമുള്ള സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും യാത്ര ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ജനിക്കുന്നതും അതിൻ്റെ തുടർച്ചയായിട്ട് സിനിമകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കഥാപാത്രങ്ങൾക്ക് വേണ്ടി പലരോടും പോയി ചോദിക്കുകയും അവസരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും അവരെ നിർബന്ധിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ കൂട്ടത്തിൽ എന്നെ സ്നേഹിക്കുകയും, അല്ലെങ്കിൽ എന്നിലൊരു നടനുണ്ട്, അല്ലെങ്കിൽ നടനുണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട്. സംവിധായകരുണ്ട്, തിരക്കഥാകൃത്തുകളുണ്ട്, ഛായാഗ്രാഹകരുണ്ട്, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ കൂടെ അഭിനയിച്ചവരുണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു സഹകരണം, ഒരു സ്നേഹവും ഒരു പ്രോത്സാഹനവും ഒരു പിന്തുണയും ഉള്ളതുകൊണ്ടാണ് തിരിച്ച് വീണ്ടും വരികയും പതിയെ ആണെങ്കിലും ഓരോ ചുവടുകൾ വയ്ക്കുമ്പോഴും അത് മുന്നോട്ടുള്ള ചുവടുകളായി മാറുകയും, അല്ലെങ്കിൽ ഇടറി വീഴുമ്പോൾ അതെന്നെ പിന്താങ്ങുവാനായിട്ട്, അല്ലെങ്കിൽ ആ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി തരുവാനായിട്ട് ഒരുപാട് ആൾക്കാർ കൂട്ടങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിലുള്ളൊരു വ്യക്തിയും കൂടിയാണ് എൻ്റെ ഭാര്യ പ്രിയ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വിജയത്തിൽ എന്നേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന ഒരുപാട് പേരുടെ കൂട്ടത്തിൽ എൻ്റെ ഭാര്യയും ഉണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അനിയത്തിമാരുണ്ട്, എൻ്റെ അപ്പനുണ്ട്, എൻ്റെ മുത്തശ്ശനുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. സോ കമ്മിങ് ടു ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ കഥ ആദ്യമായിട്ട് പറയുന്നത് ഷാഹിയാണ്. ഷാഹി ഇതിൻ്റെ ഒരു സീനാണ് ആദ്യം പറയുന്നത്. ആ ഇൻട്രൊഡക്ഷൻ സീൻ തന്നെയാണ് ആദ്യം പറയുന്നത്. അപ്പം അതിൽ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്നെ സിനിമയിലൂടെ കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തും ഒരു തിരക്കഥാകൃത്തും ഉണ്ട് എന്നുള്ളത് അതിൽ നിന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുകയും ആ രീതിയിൽ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ സിനിമയെ സ്നേഹിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ സിനിമ ചെയ്തിട്ടുള്ള കൂട്ടത്തിലുള്ള ഇതിൻ്റെ സംവിധായകനായ ജിത്തു ആണെങ്കിലും, ജിത്തു എന്താ പറയുക, ഓർഡിനറി എന്നുള്ള സിനിമയിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പം അന്ന് തൊട്ടുള്ള ഒരു സിനിമാ യാത്രകളുണ്ട്. ഞങ്ങൾ പരസ്പരം ഒരുമിച്ചുള്ള സിനിമകൾ വളരെ കുറവാണെങ്കിലും ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ, ഓഫീസർ ഡ്യൂട്ടിയിലേക്ക് വരുമ്പോൾ അതിൽ ഹരിശങ്കറിനെ ഞാൻ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമായിട്ട് കാണണമെന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹവും വാശിയും ജിത്തുവിനുണ്ടായിരുന്നു എന്നുള്ളത് പലപ്പോഴും പല സന്ദർഭങ്ങളിലും വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ മാർട്ടിൻ പ്രക്കാട്ടാണെങ്കിലും, രഞ്ജിത്ത് നായരാണെങ്കിലും, സി ബി ചായനാണെങ്കിലും, ഇതിൽ മാർട്ടിനെയും രഞ്ജിത്തിനെയും എനിക്ക് വളരെ മുമ്പ് തന്നെ അറിയാവുന്ന ആൾക്കാരാണ്, സുഹൃത്തുക്കളാണ്. ഇവരെല്ലാവരും ഈ സിനിമ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും
രസിക്കുന്ന ഒരു സിനിമയായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ പുറകെ നടക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയും ചെയ്ത വ്യക്തികളാണ്. ഈ സിനിമയിലുടനീളം ഉണ്ടായിരുന്നു. നായാട്ട് എന്നുള്ള സിനിമ എടുക്കുമ്പോഴാണ് ആദ്യമായിട്ട് മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനായിട്ടൊരു അവസരം ലഭിക്കുന്നത്. അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ് നമുക്കൊരു ഉഗ്രം സാധനം വേണം. ഇപ്പോഴും ഞാൻ ബെസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ വേറെ രീതിയിലുള്ള സിനിമകളൊക്കെയാണ് പുള്ളിയുടെ അടുത്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇതുവരെ എന്നെ കാണാത്ത തരത്തിലുള്ള ഒരു ചാക്കോസിനെ കാണിക്കണമെന്നുള്ളൊരു ആഗ്രഹം എല്ലാവരെയും പോലെ മാർട്ടിനും ഉണ്ടായിരുന്നതിൻ്റെ ഒരു റിസൾട്ട് ആയിരിക്കാം CA ഹരിശങ്കർ എന്നുള്ള കഥാപാത്രമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ. ഇവരുടെ എല്ലാവരുടെയും ഇൻപുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ശരിക്കും ആദ്യത്തെ ഒരു സീനിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യത്തെ സീനാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അത് പാളിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സോ ആദ്യമേ തന്നെ ആ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളൊരു സീൻ ആ ഒരു ക്യാരക്ടറിലൂടെ എന്നെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് സാധിക്കുമെന്ന് എന്നേക്കാൾ വിശ്വസിച്ചിട്ടുള്ള ഈ ടീമിനോട്, ഈ ക്രൂവിനോട് എൻ്റെ ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് ഓൾ ഓഫ് യു ഗൈസ്. ലവ് യു ഓൾ. അതേപോലെ തന്നെ പ്രേക്ഷക സമൂഹത്തോടും എനിക്കറിയാം ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ലാളനകളും നിങ്ങളുടെ ചെറിയ വഴക്കുകളും എല്ലാം ശകാരങ്ങളും എല്ലാം ലഭിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അതെല്ലാം ഒരു നടൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ള രീതിയിൽ വളരാനും ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കാനും എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇനിയും ഇതേപോലെയുള്ള ശകാരങ്ങളും അതിനേക്കാളുപരി സ്നേഹവും പ്രോത്സാഹനങ്ങളും നിങ്ങളുടെ അടുത്ത് നിന്ന് ലഭിക്കുന്ന വിശ്വാസത്തോടുകൂടി ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലെയുള്ള സിനിമകളിലൂടെയും അല്ലെങ്കിൽ ഇതിലും വ്യത്യസ്തമായ കഥാപാത്രങ്ങളുടെയും സിനിമകളിലൂടെയും ഇതേ ടീമിനോടൊപ്പം തന്നെ ഇതേ ആൾക്കാരോടൊപ്പം തന്നെ വീണ്ടും കാണാത്ത രീതിയിൽ ഇവരോടൊപ്പം വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമയിലെ ഹരിശങ്കർ എന്നുള്ള കഥാപാത്രത്തിൻ്റെ ഒരു കൾമിനേഷനാണിത്. കാരണം നമ്മൾ എങ്ങനെയാണോ തുടങ്ങിയത്, ഈ സിനിമ ഏത് രീതിയിൽ വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചോ അതിനേക്കാൾ എത്രയോ ഇരട്ടി രീതിയിൽ ഈ സിനിമ അംഗീകരിക്കപ്പെടുകയും ആ സിനിമ എൻ്റർടൈൻ ചെയ്യുകയും ചെയ്തു എന്നറിയുന്നതിൽ ഈ അവസരത്തിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ ഒരു സക്സസ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട നിങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. സോ താങ്ക് യു ഫോർ ബീങ് ദെയർ ഫോർ മീ, ഫോർ ഓഫീസർ ഓൺ ഡ്യൂട്ടി. എൻജോയ് ദിസ് ഈവനിങ് ആൻഡ് താങ്ക് യു വെരി മച്ച്. ലവ് യു ഓൾ.